Hey guys, ഈ വർഷത്തെ ലാസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഈ വീഡിയോ വരാൻ പോകുന്നത് ജനുവരി 1-നോ 2-നോ ആയിരിക്കും. സോ എനിവേസ് ഈ വീഡിയോ എടുത്തത് ഡിസംബർ 31-നാണ്. ടൈം ചെക്ക്, ഇറ്റ്സ് 9:40. നമ്മൾ പുറത്ത് പോകുകയാണ്. വൈ ടു സെലിബ്രേറ്റ് ന്യൂ ഇയർ. അപ്പോൾ ഒരാൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേഗമാ. So here is our editor cum cameraman ബാക്കി etc. അവസാനത്തെ വ്ളോഗിലേക്ക് നീ എന്ന് പറഞ്ഞ ഡിസംബർ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരുന്നേ? അമ്മ ജനുവരി 1-നോ 2-നോ വീഡിയോ ഇടൂ. അങ്ങനെ നമ്മൾ അടുത്ത വർഷമേ വീഡിയോ വരുത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ കാഴ്ചകളിലേക്ക് and with that the 2025 season comes to an end. ഇവിടെ എവിടെയൊക്കെ ന്യൂ ഇയർ പരിപാടികളൊക്കെ നടക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞു. 9:40. അപ്പോൾ 9:40 ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും എങ്ങനെയാണ് ന്യൂ ഇയറിന്റെ പരിപാടി 12 മണി കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക്, ഈ വർഷത്തെ അവസാനത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 10 മണിയായിട്ടും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പുറത്തൊക്കെ. അവിടെ പടക്കം കേൾക്കുന്നുണ്ട്. കണ്ട ന്യൂ ഇയറിന്റെ ബേസ്മെൻറ്റിൽ കിടക്കുക വണ്ടി. അപ്പോൾ ഏട്ടനും മോനൂടെ വണ്ടി ഇരിക്കുക. ഞങ്ങൾ നടന്നു പോരുന്നു. വിളിക്കാൻ പോയേക്കുന്ന മോള്. പണ്ടൊരിക്കൽ നമ്മൾ ന്യൂ ഇയറിന് പോയിട്ട് ഇപ്പം ഭയങ്കര മഞ്ഞും കാര്യമായിട്ട് തിരിച്ചു വരാൻ പറ്റാതെ വന്നില്ലയോ? പൊടിയായിരുന്നു, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ ഒക്കൂലായിരുന്നു. എന്നിട്ട് പറഞ്ഞു സ്റ്റിയറിംഗ് സർക്കിൾ അല്ല, അതാണ് സംഭവം അല്ലേ? ചീങ്ങർ അല്ല സ്റ്റിയറിംഗ്. കയറി വരും കേട്ടോ വണ്ടി. അപ്പൊ ഈ സൈലോട്ട് എന്തോ പോലെ എന്റെ പേര് സൈലോട്ട് അങ്ങനെയാണോ ഏട്ടാ? നടന്നു പോകുന്ന ദൂരേ ഉള്ളു ബീച്ച് അല്ലേ ഏട്ടാ? പക്ഷേ നമ്മളവിടുന്ന് എല്ലാവരും നടന്നൊക്കെ പോകും. നടക്കാനായിട്ട് ആ ഭാഗത്താ പോകുന്ന ബീച്ചിന്റെ അവിടെ. നമുക്ക് പക്ഷെ തണുപ്പൊക്കെ ആയിട്ട് വണ്ടി പോവാം. 3 മിനിറ്റ് ഗൈസ്. അത് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ ന്യൂ ഇയറിന്റെ പ്രോഗ്രാം ഉണ്ട്. അല്ല എന്തോ മസ്കറ്റ് നൈറ്റ്സ് അല്ലേ? അടിപൊളി. 3 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ് 2026. ഓ മൈ ഗോഡ്. ആരാണ്ടൊക്കെ പണ്ട് പറഞ്ഞു 2000 ആകുമ്പോൾ ലോകം അവസാനിക്കുന്നു. എന്നിട്ട് ഇതുവരെ അവസാനിച്ചില്ല. പഠിക്കുന്ന സമയത്തൊക്കെ 2000 ആകുമ്പോൾ ലോകം അവസാനിക്കും. ശരിക്കും ആളുണ്ട് കേട്ടോ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നില്ല. പൂരത്തിന് നാളെ തൊട്ട് ഫെസ്റ്റിവല് മസ്കറ്റ് നൈറ്റ്സ് അല്ലേ? മസ്കറ്റ് ഫെസ്റ്റിവൽ എന്നല്ല, മസ്കറ്റ് നൈറ്റ്സ് അങ്ങനെയാണ് പേര്. നല്ല രസമുണ്ട് അവിടൊക്കെ. ഇറങ്ങാം, പക്ഷെ തണുപ്പാണ് കേട്ടോ. നമുക്കിവിടെ ഇറങ്ങാം മോനെ, ബാ. ഇവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് അച്ഛൻ എവിടെയും വണ്ടി ഉണ്ട്, ബാ. എന്നാ പിന്നെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് നന്നായിട്ട് നടക്കേണ്ടി വരും നമ്മളിത് കാണാൻ വരാനായിട്ട്. ശരിക്കും ആളുണ്ട്. ഇപ്പൊ നമുക്ക് നല്ല ഇതൊക്കെ കത്തിക്കും, എന്തോ പടക്കമൊക്കെ വരും. വേഗം ഇറങ്ങാം. 12 ആയിടി. നൈറ്റ്സിന് വേണ്ടി അവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല തണുപ്പ് കേട്ടോ. എവിടെ പൊട്ടിയടി 12 ആയപ്പോ? ദോ പൊട്ടുന്ന എവിടെയാ? തോണ്ട് കാണുന്നില്ല. ദോണ്ടടി ദോണ്ട പവി. അവിടെയാണ്. മുന്നോട്ട് നോക്കിയേ കറക്റ്റ്. അവിടെ ഇവിടെ എല്ലാം പൊട്ടുന്നുണ്ട്, നമ്മള് കാണുന്നില്ല. പക്ഷേ പടക്കോണ്ട എന്തുവാ അവിടൊക്കെ വെള്ളം കേൾക്കുന്നത്. അവിടൊക്കെ പൊട്ടുന്നു. നിക്ക് കാണിക്ക്. ജനുവരി 1. I can't believe this. അതെന്താ 2026? Oh my god. രാത്രിയിൽ എന്തോ ഒരു തിരക്ക് നോക്കി റോഡിലൊക്കെ. ഇപ്പൊ ഒമാനും ദുബായ് പോലെ അവിടെ നന്നായിട്ട് പടക്കം പൊട്ടുന്ന. പക്ഷെ അതിന്റെ അടുത്തോട്ട് നമുക്ക് കാണാൻ ഒക്കില്ല. ചെറുതായിട്ടേ കിട്ടുന്നുള്ളൂ. ഒന്ന് കൂവിയാ കൊള്ളാല്ലേ? വേണ്ട, ഇത് കൂവിയാ കൊള്ളാന്നുണ്ട്. ഇവിടെയൊക്കെ കൂവല് കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ ക്ലോക്കിൽ ഇപ്പോഴായത്. നോക്കെ എന്തോ ഒരു തിരക്ക് നോക്കി ഇവിടെ ഇല്ല.
എന്താണ് പറയാൻ തോന്നുന്നത്? ജനുവരി 1 ഗൈസ്. അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു. കേട്ടോ ആ കഴിഞ്ഞു വന്നിട്ട് പവി നോക്കിയ റോഡിലൊക്കെ എല്ലാരും റോഡിലുണ്ട്. ചുറ്റുവട്ടം തന്നെ ഭയങ്കര തിരക്ക്. എവിടെ ആ പൊട്ടുന്നുണ്ട് വീണ്ടും. പക്ഷെ ദുബായിലൊക്കെയാണ് കുറച്ചുകൂടെ മൊബൈൽ അടിച്ചോണ്ട് പോവല്ലേ പവി? മൊബൈലൊക്കെ പോവുകയെ തിരക്കിൽ വല്ലവരും ഒന്നും പിടിച്ചോണ്ട് പറ്റില്ല. മൊബൈൽ മാറ്റി വയ്ക്ക്. അച്ഛൻ്റെ ഫോണാണ്. ആ ഞാൻ അച്ഛൻ എന്തി നോക്കാം. അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ബാബാ എവിടെ പിന്നെ റോഡ് ക്രോസ് ചെയ്യാം. ഉയർന്നൊരു പണിയാണ്. അച്ഛൻ നമ്മുടെ കയ്യിൽ ഫോൺ തന്നിട്ട് പോയി. ആളുടെ കയ്യിൽ ഫോണും ഇല്ല. ആൾ എവിടെയാണോ എന്തോ. ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിലേ ഉള്ളൂ ഫോണ്. ഏട്ടൻ്റെ ഈ ഫോണില്ല. ഞാൻ പറഞ്ഞിട്ടാ പൊക്കിയത്. ഞാൻ പറഞ്ഞു ഞാൻ ഫോൺ എടുക്കുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ടാണ്. ഇനിയിപ്പോ പഴയ പോയുണ്ട് വണ്ടിക്കകത്ത്. അത് വിളിച്ചാ കിട്ടണ്ടേ? വിളിച്ചു നോക്കാം. ഇനിയിപ്പോ വരുമ്പോ ഉണ്ടല്ലോ ഞങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് പാട്. സമയം 12. ന്യൂ ഇയറിന് കിട്ടിയ പണിയെന്ന് വേണമെങ്കിൽ പറയാം. വായിരിക്കുന്ന എല്ലാം ന്യൂ ഇയർ ആയിട്ട് ചീത്ത വിളി കേൾക്കേണ്ടി വരുമല്ലോ ദൈവമേ. ആ ആ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് നല്ല രസമുണ്ട്. ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടേക്കുന്നതാ. മസ്കറ്റ് നൈറ്റ്സ് ഇവിടെ അടി. എന്തോ അറിയാൻ വയ്യ. അപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിയതാ. ചവിട്ടരുത്, വയറിളവി കിടപ്പുണ്ട്. അതാണോ മെയിൻ എൻട്രൻസ്. പണികൾ നടക്കുന്നേ ഉള്ളൂ അപ്പോഴിനിയും നാളത്തേക്ക്. നാളെ വൈകിട്ട് തൊട്ടാ അല്ലേ? ആ ഇനി മസ്കറ്റ് നൈറ്റ്സ് കാണാൻ വരണ്ടേ ഇല്ലേ? ഇവിടെ നടന്നു വരാവുന്ന ദൂരമല്ലേ ഉള്ളു ഏട്ടാ നമുക്ക്? അല്ല പിന്നെ ഓരോരുത്തർ ഇവിടെ നടക്കാൻ വരുന്നയോ? ആ അത് ശരി. വൈകിട്ട് പിന്നെ നടക്കാൻ ഓരോരുത്തർ വരുന്നുണ്ട്. എനിക്ക് നടക്കാൻ വയ്യ. നല്ല ഇതുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഗ്രാമുകൾ കാണാൻ വരാം അല്ലേ? നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു പോവുക. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആഘോഷിക്കാൻ ബീച്ചിലെത്തിയേക്കുന്ന ജനങ്ങളെ നോക്കി. എന്തോരം ജനങ്ങൾ അല്ലേട്ടാ, ഇഷ്ടം പോലെ ആൾക്കാര്. നാളെ അവധി ആയിരിക്കും ചിലപ്പോൾ ഇല്ലേ? ആ അത് ശരിയാ. ആർക്ക ഉറക്കം വരുന്നേ? സഖിയായിട്ട് പഞ്ഞു പോയതാടേ. എന്നും ഉറങ്ങുന്ന സമയം കഴിഞ്ഞല്ലോ അമ്പളു. ആ ചെറുതായിട്ട്. ഇത്രയും ആളും പേരും ബഹളമൊക്കെ കാണുമ്പോ ഈ തണുപ്പ് അടിക്കുമ്പോ എങ്ങനെ ഉറക്കം വരും? പക്ഷെ ഇനി ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നേ ഉള്ളൂ, തീർന്നിട്ടില്ല. അതുകൊണ്ടാ നാളെ വൈകിട്ട് ഇവിടെ അല്ലാതെ വേറെ എവിടെയൊക്കെയാ? വേറെ കുറേ ഇടത്തുണ്ടല്ലേ? നസീം ഗാർഡനിലൊക്കെ ഉണ്ടല്ലേ? മെയിൻ എൻട്രൻസ് അല്ലേ ഏട്ടാ ഇത്? ആണോ? പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, ഈ ലൈറ്റുകൾ തന്നെ. ആൾക്കാർ അങ്ങനെ ഇങ്ങ് വരെ അങ്ങ് ഇരിക്കുക. ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് ഇവിടെ വരെ ഉള്ളു, തീർന്നു. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് അങ്ങ് വീട്ടിൽ എത്തും, നമ്മളും പോവാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.